ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6,100 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. 4G വെർഷൻ ആണ്. അപ്പം ഇതിൽ HD റെസൊല്യൂഷനെ വരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ MediaTekന്റെ Helio G50 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പം 6,100 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് ഇൻഫിനിക്സ് സ്മാർട്ട് 9 HD എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ വില ഇപ്പൊ കാണിക്കുന്നത് 6,700 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ നിങ്ങൾക്ക് മോട്ടറോളയുടെ ഒരു സ്മാർട്ട് ഫോണൊക്കെ ഒരു 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ മോട്ടോ G05 എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ പഞ്ചോൾ ഡിസൈൻ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTekന്റെ Helio G81 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 5200 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ സാംസങ്ങിന്റെ ഒരു ഫോണാണ് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ സാംസങ് M05 അല്ലാന്നുണ്ടെങ്കിൽ F05 എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. ഈ ഫോണുകളിലും HD റെസൊല്യൂഷൻ തന്നെ വരുന്നുള്ളൂ. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ, പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. പിന്നെ MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെയാണ് വരുന്നത്. അപ്പൊ സാംസങ്ങിന്റെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതും നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നല്ല ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 7,700 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C63 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഇത്രയും കൂടിയൊരു ചാർജിംഗ് സ്പീഡ് വേണം എന്നതിൽ മാത്രം ഇത് എടുത്താൽ മതി. ബാക്കി ഫീച്ചേഴ്സ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. HD റെസൊല്യൂഷനെ വരുന്നുള്ളൂ, വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ നോച്ച് വരുന്നുള്ളൂ, പഞ്ചോൾ ഡിസൈൻ ഒന്നും വരുന്നില്ല. പിന്നെ യൂണി SoC T612 എന്ന പ്രോസസ്സറെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം നല്ലൊരു ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. പിന്നെ 8,100 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിന്റെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ സാംസങ് M14 4G സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ നോച്ചേ വരുന്നുള്ളൂ. പിന്നെ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ ഒക്കെ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 8,100 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് F14 4G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. വില 8,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. പിന്നെ 8,800 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് റെഡ്മി 12 4G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം അതിലും നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. പിന്നെ MediaTekന്റെ Helio G88 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അപ്പോൾ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 8,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി ചില ആൾക്കാർക്ക് ഒരു 5G ഫോൺ ആയിരിക്കും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് 7,900 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. 7,900 രൂപ പ്രൈസ് റേഞ്ചിൽ Itel P55 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. HD റെസൊല്യൂഷനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെ വരുന്നുള്ളൂ. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6080 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 7,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ 8,500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. MediaTek Dimensity 6100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. സെയിം ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. 8,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി 13C 5G എന്ന ഫോണും വരുന്നുണ്ട്. പക്ഷേ വില 9,100 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ പോക്കോയുടെ ഭാഗത്ത് നിന്ന് 8,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ പോക്കോ C75 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജിയോയുടെ 5G സിം മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ബാക്കി 5G സിമ്മുകൾ സപ്പോർട്ട് ചെയ്യില്ല. അപ്പം ജിയോയുടെ 5G സിം മാത്രം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഈ ഫോൺ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പോക്കോ M6 നോക്കാവുന്നതാണ്, വില കുറച്ചും കൂടി ഒന്ന് കൂടുതലാണെന്നുണ്ടെങ്കിലും. പിന്നെ ലാവയുടെ ഒരു 5G ഫോണൊക്കെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ 8700 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ യുവ 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്, പക്ഷേ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. യൂണി SoC T750 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 8700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് ടെക്നോ പോപ്പ് 9 5G എന്നുള്ള സ്മാർട്ട് ഫോണാണ്. അപ്പം ടെക്നോ ബ്രാൻഡിൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ലാഭം എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇതിലും സെയിം HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും പഞ്ചോൾ ഡിസൈൻ ഒക്കെ തന്നെയാണ് വരുന്നത്, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6300 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ തന്നെയാണ് വരുന്നത്. 48 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അപ്പം 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 5G നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. ഇതേ ഫീച്ചേഴ്സുമായിട്ട് ഇൻഫിനിക്സ് ഹോട്ട് 50 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്, പക്ഷെ വില ഇപ്പൊ കാണിക്കുന്നത് 9500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. അപ്പം ടെക്നോ പോപ്പ് 9 5G ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി റിയൽമിയുടെ ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C65 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. HD റെസൊല്യൂഷന് വരുന്നുള്ളൂ, പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. റിയൽമിയുടെ തന്നെ 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഒരു 5G സപ്പോർട്ടൊന്നും ആയിരിക്കില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ചില ആൾക്കാർക്ക് അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ചിലപ്പം AMOLED ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിയൽമി 10 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. MediaTekന്റെ Helio G99 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് കുറച്ച് പഴയ ഫോണാണ്. പഴയ ഫോൺസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് എടുത്താൽ മതി. ഇനി 10,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് 5G സപ്പോർട്ടിന്റെ കൂടെ ഫുൾ HD റെസൊല്യൂഷനും കൂടി വേണമെന്നുണ്ടെങ്കിൽ 2 ഫോണിൽ ഓപ്ഷനിൽ വരുന്നുണ്ട്. ഒന്ന് പോക്കോ M6 Pro 5G ആണ്. അപ്പം ഇതിൽ 6.79 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പം സ്നാപ്ഡ്രാഗണിന്റെ 5G പ്രോസസ്സറും ഫുൾ HD റെസൊല്യൂഷനും വേണമെന്നുണ്ടെങ്കിൽ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G35 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. യൂണി SoC T760 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അപ്പം യൂണി SoCയുടെ പ്രോസസ്സറാണ്, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ക്യാമറയിൽ വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പത്തതിൽ 10,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെക്നോ പോപ്പ് 9 ആയിരിക്കും എടുക്കുക, 6100 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മോട്ടോ G05 എന്നുള്ള സ്മാർട്ട് ഫോണും ഞാൻ സെലക്ട് ചെയ്തേക്കാം. ഇനി ഒരു 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 5G എന്ന സ്മാർട്ട് ഫോൺ അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G35 5G എന്ന സ്മാർട്ട് ഫോണും സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പം ഇതുപോലെ നിങ്ങൾക്കും ഒരു പേഴ്സണൽ ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സണൽ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.